ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളതിന് പകരം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇഡിയറ്റ്സ് എന്നാക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. നമസ്കാരം. ഭാരതാംബയുടെ ചൂട് ആറിയിട്ടില്ല. അതിനു മുമ്പ് ജാനകി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ BJP അവർ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ, അതല്ലെങ്കിൽ ഉദ്ദേശിച്ചതിനേക്കാൾ നേരത്തെ തന്നെ അവർ കേരളത്തിൽ അധികാരത്തിൽ വരുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ തന്ത്രങ്ങളെല്ലാം അതിഗംഭീരമായിട്ട് സൂപ്പർ ഹിറ്റായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ JSK വിവാദം, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അതിൻ്റെ ഹീറോ സുരേഷ് ഗോപി കാര്യമായിട്ട് ഇതിനകത്തൊന്നും പ്രതികരിച്ചിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളതിന് പകരം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇഡിയറ്റ്സ് എന്നാക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാരണം ഓരോ ദിവസത്തെയും ഇപ്പോൾ തന്നെ വിവിധ സംഘടനകൾ, ഫെഫ്കയും അതേപോലെ പ്രൊഡ്യൂസേഴ്സും എല്ലാവരും കൂടെ വളരെയധികം ഗംഭീരമായ സമരത്തിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. സമരം ചെയ്യാൻ പോകുന്നു. വലിയ വിവാദമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകളിലൊക്കെ ഗംഭീരമായ ചർച്ചകൾ നടത്തുന്നു. ഇനി എങ്ങനെ പേരിടും, കഥാപാത്രങ്ങൾക്ക് എങ്ങനെ പേരിടും, ഇങ്ങനെയൊക്കെയുള്ള വളരെ വിശാലമായ യുക്തിഭദ്രമായ ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫിലിം സെൻസർ ബോർഡിൻ്റെ ചെയർമാന് അദ്ദേഹത്തിനുള്ള ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് ചോദിക്കണമെങ്കിൽ ആ ചോദ്യം എന്താണെന്ന് അറിയുകയും അതിൻ്റെ ഉത്തരം നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ജാനകി എന്ന് പറയുന്നത്, ജാനകി ഇന്ത്യയിലെ, അതായത് ഭാരതത്തിലെ ഏത് സ്ത്രീനാമങ്ങളും അത് ജാനകിയുടെ പര്യായപദങ്ങളാണ്. ആണുങ്ങളുടെ പേരാണെങ്കിൽ അത് രാമൻ്റെ പര്യായങ്ങളായിരിക്കും, അതല്ല കൃഷ്ണൻ്റെ പര്യായങ്ങളായിരിക്കും. രാമനും കൃഷ്ണനും, രാമകൃഷ്ണൻ എന്നും പേരുണ്ട്. രാമനായാലും കൃഷ്ണനായാലും രാമൻ തന്നെ അല്ലെ കൃഷ്ണൻ തന്നെ. ഇപ്പം ശിവരാമകൃഷ്ണനുണ്ട്. ഇത് മൂന്നും സംഗതി ഒന്ന് തന്നെ. ഇത് പക്ഷെ അറിയണമല്ലോ. ഇത് അറിയാത്തതാണ് യഥാർത്ഥത്തിൽ ഈ സെക്യുലറിസ്റ്റുകൾ, വിശേഷിച്ചും ഈ സെക്യുലറിസ്റ്റുകളും ലെഫ്റ്റ് ബുദ്ധിജീവികളുമൊക്കെ ഈ BJP വളർത്താനുള്ള ഒരു കാരണം ഇതാണ്. ഇത് BJP നേതൃത്വത്തിന് നന്നായിട്ട് അറിയാമല്ലോ. കാരണം അവർക്ക് ഇട്ടുകൊടുക്കേ വേണ്ടു, ബാക്കി പണി ഇവർ ചെയ്തോളൂ എന്നറിയാം. കാരണം ഈ സെൻട്രൽ ഫിലിം സെൻസർ ബോർഡ് ചെയർമാനോട് ഒരൊറ്റ കാര്യം ചോദിച്ചാൽ മതി, എന്തിനാണ് നമ്മൾ ഈ മഹാരാഷ്ട്രയിലൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഗണേശോത്സവം, ഗണേശ ചതുർത്ഥി, ഇത് ഗണപതിയെ ഇങ്ങനെ ആരാധിച്ചിട്ട് അവസാനം കൊണ്ട് ഈ ഗണപതിയുടെ വലിയ കൂറ്റൻ വിഗ്രഹങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് കടലിലെറിയും. അതേപോലെ ദുർഗാപൂജയ്ക്ക് ബംഗാളിൽ ദുർഗയുടെ ബിംബം കൊണ്ട് കടലിലെറിയും. അവിടെ കടലിലെറിയുന്നത് അവിടെ ജാനകിയാണ് എറിയുന്ന സംഗതി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരാധിക്കുന്ന ഒരു ദൈവത്തെ കൊണ്ട് കടലിലെറിയുന്നു. ഇത് ഈ ആചാരത്തിനകത്ത് ഇവിടെയാണ് പറയുന്നത് ഭാരതീയമായ ആർക്കൈവിങ്, ഭാരതത്തിൻ്റെ വിസ്ഡത്തിൻ്റെ അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ അത് ആർക്കൈവ് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുങ്കുമരിപ്പുണ്ട്. പക്ഷെ നമ്മൾ കഴുതകളും ചുവന്നനടക്കും. കാരണം ഈ കുങ്കുമം ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗപ്രദമാകണമെങ്കിൽ ചുവന്നുകൊണ്ട് കൈമാറി കൊടുത്തെങ്കിലേ കഴിയുള്ളൂ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഭാരതീയമായ ദർശനത്തിൻ്റെ ഒരു പ്രകടനമാണ്. ഏറ്റവും ഉദാത്തമായ ഒരു സംഗതിയാണ് ഈ ഗണേശ വിഗ്രഹങ്ങൾ കൊണ്ടുപോയി കടലിൽ മുക്കുന്നത് അല്ലെങ്കിൽ എറിയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്ററിൻ്റെ രൂപത്തിലുള്ള വസ്തു സ്വഭാവത്തിലുള്ള, അത് പേരായിക്കോട്ടെ, ജാനകി ആയിക്കോട്ടെ, സീത ആയിക്കോട്ടെ, പാർവതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശിവനായിക്കോട്ടെ, ഒന്നും തന്നെ പേരാണെങ്കിലും രൂപമാണെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഒന്നും പെർമനൻ്റ് അല്ല, ശാശ്വതമല്ല, നശ്വരമാണ് എന്ന് അറിയാൻ വയ്യാത്തവർക്ക് കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഭാരതം കണ്ടെത്തിയ ആ ഒരു ശാസ്ത്രം, ആ ശാസ്ത്ര സത്യത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഗണപതിയെ കൊണ്ട് ഈ കടലിൽ നിമജ്ജനം ചെയ്യുന്നത്. അതേപോലെ ദുർഗയുടെയും. അപ്പം ഈ ഒരു അറിവില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഗോഡ്സെ കണ്ട
അതേ കാഴ്ച തന്നെയാണ് നമ്മുടെ സെക്യുലറിസ്റ്റുകളും ഈ മതത്തെയും ആചാരങ്ങളെയും എല്ലാത്തിനെയും കാണുന്നത്. അപ്പൊ അവിടെയാണ് ഈ ഗോഡ്സെ വധം അല്ലെങ്കിൽ ഗാന്ധി വധത്തെ ഉദ്ഘോഷിക്കുന്ന ആൾക്കാർ അവരുടെ കാഴ്ചയും ഗോഡ്സയുടെ കാഴ്ചയും ഒരു കാഴ്ചയായതിന്റെ പ്രശ്നം കൊണ്ടാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പം ഗാന്ധി വധമൊക്കെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് കേരള ഇസ് എ സ്റ്റേറ്റ് ഓഫ് ഇഡിയറ്റ്സ്. ഈ ഒരു സംഗതി നമ്മൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇവർക്ക് പിന്നെ രണ്ടാമതൊന്നും പറയാൻ പറ്റില്ല. കാരണം മിഥിലാധിപനായ ജനകന്റെ മകളാണ് ജാനകി. അപ്പൊ ഈ ജാനകി ഒന്നാമത് ജനകനെ ആദ്യം അറിയണം. ജനകനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ജാനകിയെ മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഈ ജാനകി എന്താണ് എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഈ ദർശനങ്ങൾ ഇതിനെയൊക്കെ നമുക്ക് പ്രതീകാത്മകമായിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുന്ന ഈ സാധനം. ഈ ഗണേശ വിഗ്രഹം കൊണ്ട് കടലിൽ എറിയുന്ന ആ ഒരു ആചാരത്തിന്റെ ആ ഒരു തത്വമാണ് ഈ ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന സംഗതി. ഇപ്പൊ ഇവിടെ നമ്മുടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അതിമനോഹരമായ രീതിയിലുള്ളൊരു വ്യാഖ്യാനമാണ് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരുടെ വേദാന്ത ദർശനം. അതില് ഇത് ബൃഹദാരണ്യ ഉപനിഷത്താണ്. ഉപനിഷത്തുകളിൽ വെച്ച് ഏറ്റവും വലിയ ഉപനിഷത്താണ് ബൃഹത് ആരണ്യ ഉപനിഷത്ത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വരി മനസ്സിലായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മളുടെ ഇവിടുത്തെ മാധ്യമ ബുദ്ധിജീവികളും അല്ലെങ്കിൽ എന്താ പറയുക ചക്രവർത്തിമാരും ഒക്കെ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ ഉപനിഷത്തിലെ ഒരു വരി എന്താ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഈ പുസ്തകത്തിലെ ഈ ബൃഹദാരണ്യ ഉപനിഷത്ത് എന്ന് പറയുന്നത് യാജ്ഞവൽക്യനും അദ്ദേഹത്തിന്റെ ഭാര്യ ഗാർഗിയും തമ്മിലുള്ള സംവാദവും, അതിനുശേഷം ഈ ജനക സദസ്സിലെ ആചാര്യനാണ് ഈ യാജ്ഞവൽക്യൻ. അവിടെ വെച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മറ്റ് സഭയിലുള്ളവരും തമ്മിൽ ഏർപ്പെടുന്ന വാഗ്വാദവുമാണ് തർക്കവുമാണ് ഈ ബൃഹദാരണ്യ ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഈ ഉപനിഷത്തിലാണ് നമുക്ക് പ്രസിദ്ധമായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഈ അമൃതംഗമയ, അസതോമ സദ്ഗമയ തുടങ്ങിയ ആ മന്ത്രത്തിന്റെ അവസാനം നമ്മൾ അമൃതംഗമയ പറയുന്നു. അതേപോലെ തന്നെ അഹം ബ്രഹ്മാസ്മി, അതൊക്കെ ഈ ഒരു ഉപനിഷത്തിന്റെ ഉള്ളിലുള്ള മഹാവാക്യങ്ങളാണ്, ഈ പ്രധാനപ്പെട്ട 2 മഹാവാക്യങ്ങൾ. അപ്പൊ ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്ന നിമിഷത്തില് യഥാർത്ഥത്തിൽ ഈ ഒന്ന് ആലോചിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ആ ടെലിവിഷൻ ചർച്ചകളൊക്കെ കാണുമ്പോൾ വാസ്തവം പറഞ്ഞ ആസ്വാദ്യമായ എന്താ പറയുക, ഈ അത് നമ്മൾ അതിന്റെ യഥാർത്ഥ രൂപത്തെ നമ്മൾ ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് വിഷമമാകുന്നതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു അജ്ഞതയെ അതിനേക്കാൾ ഗംഭീരമായ അജ്ഞത കൊണ്ട് ഏറ്റുമുട്ടുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ആചാരങ്ങളെയും ഈ ജാനകി എന്നുള്ള പേരിടുമ്പോഴൊക്കെ പേടിയാവും. മതം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇവിടെ പറയാൻ പേടിയാണ്. നമുക്കിവിടെ മതനിരപേക്ഷത, മതേതരത്വം ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാനുള്ള ധൈര്യമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സംഗതി അറിയാത്തത് കൊണ്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ഒരു ഗ്രന്ഥത്തിന്റെ ഒരു വരി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു വേദിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പോലും തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. കാരണം ഈ ജാനകിയുടെ പേര് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു നാമവും ഇപ്പൊ മായ ഉപയോഗിക്കാൻ പറ്റില്ല. എന്താണ് മായ എന്ന് പറഞ്ഞ, സ്ത്രീക്ക് മായ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയെ പ്രകൃതിയായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പ്രകൃതി എന്ന് പറഞ്ഞ വാക്ക് തന്നെ അതിന്റെ അർത്ഥം നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്നത് മായ എന്നാണ്. മായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്യൂഷൻ. സത്യം ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഈ നിർമ്മിത ബുദ്ധിയുടെയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെയും ഏജിലാണ്. ക്വാണ്ടം തലത്തിൽ സ്ത്രീയുമില്ല പുരുഷനുമില്ല, അതിൻ്റെ അപ്പുറത്തിൽ അതിൻ്റെ ആ ഒരു ലെവൽ കഴിഞ്ഞാൽ. അപ്പൊ അത്ര സൂക്ഷ്മമായ തലത്തിലേക്ക് നമ്മുടെ സാങ്കേതിക വിദ്യ വികസിച്ചു. പക്ഷേ നമ്മൾ പ്രാകൃതമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇത്രയും വലിയ ചാനലുകാരൊക്കെ ഏറ്റവും കൂടുതൽ AR സ്റ്റുഡിയോ, VR എഫക്റ്റ്, അതുപോലെ നിർമ്മിത ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് യുദ്ധത്തിനകത്ത് പാകിസ്ഥാന്റെ വ്യോമതാളത്തിൽ എങ്ങനെയാണ് ഇടിച്ച് വീഴ്ത്തുന്നതൊക്കെ നമ്മളിങ്ങനെ ടെലിവിഷനിൽ കാണിക്കും. അതിനൊന്നും അല്ല ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ടത്. അതിനേക്കാൾ ഗംഭീരമായ ഭാവനയിൽ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. നിവൃത്തികേട് കൊണ്ടാണ് അവർ ഇത്രയും വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഈ ജാനകിയൊക്കെ കോൺട്രവേഴ്സി ആവുന്ന ആ ഒരു തലത്തിൽ നിന്ന് കാര്യങ്ങളെ കാണുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക, ഇന്നിപ്പോൾ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും നമ്മൾ കാണുന്നത്
ഈ അജ്ഞതയും അജ്ഞതയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് JSK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഇഡിയറ്റ്സ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഇന്നത്തെ നമ്മുടെ അവസ്ഥകൾ നോക്കുമ്പോൾ.